Hi all. So today we are going to study about divisive hierarchical clustering. In the last class, we covered the topic hierarchical clustering. Under the hierarchical clustering, we studied one type of clustering, that is agglomerative hierarchical clustering. It is a bottom-up approach, and the second version of this, that means second method of which is coming under this hierarchical clustering, is divisive hierarchical clustering, or otherwise it can be called as Diana. Okay, so എന്താണ് divisive hierarchical clustering is actually the top down approach ആണ്. So divisive hierarchical clustering begin with entire data set. അതായത് ഇപ്പം 5 clusters ഉണ്ടെന്ന് വിചാരിക്കുക. ഈ 5 clustersൽ ABCDE എന്ന് പറയുന്നത് ഒറ്റ ക്ലസ്റ്റർ ആയിട്ടായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ ഈ പറയുന്ന ക്ലസ്റ്ററിനകത്ത് കിടക്കുന്ന ഡേറ്റാസ്, അതായത് ഡേറ്റ പോയിന്റ്സുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ്, ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുകയും അതിനെ ആ ഡിസ്റ്റൻസ് ഏറ്റവും കൂടുതലുള്ള ആളിനെ വേറൊരു ക്ലസ്റ്ററിനകത്തേക്ക് ഫോം ചെയ്യുകയും അങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുകയും ചെയ്യുന്നു. Okay, so divisive hierarchical clustering begin with the entire data set as a single cluster, ഒരൊറ്റ single cluster ആയിട്ടായിരിക്കും begin ചെയ്യുന്നത്, and recursively divide one of the existing clusters into two daughter cluster at each iteration in a top down fashion. ടോപ്പ് ഡൗൺ ഫാഷനിൽ ഓരോ ടൈമിലും നമ്മൾ ഓരോ ക്ലസ്റ്റർ എടുക്കും, അതിൻ്റെ ഹയസ്റ്റ് ഡിസിമിലാരിറ്റി നോക്കും, ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ വീണ്ടും സ്പ്ലിറ്റ് ചെയ്യും. സോ ലൈക്ക് വൈസ് ദ ഐട്രേഷൻസ് ആർ ഗോയിങ് ഓൺ. സോ ദിസ് ടൈപ്പ് ഓഫ് എൻ algorithm is called divisive hierarchical clustering. So before explain these algorithms, I would like to show you how we can solve a problem. Okay, after that we can go through this algorithm. So initially, suppose ഇതാണ് നമ്മുടെ എക്സാമ്പിൾ. So in this example, the distance is given. ഇവിടെ നമ്മൾ കണ്ടോ, ഡയഗണൽ എന്ന് പറയുന്നത് 0 ആണ്. അപ്പ് പോർഷനും ഡൗൺ പോർഷനും സെയിം തന്നെ ആയിരിക്കും. സോ നെക്സ്റ്റ് വൺ ഇസ്, ഫസ്റ്റ് ഇനിഷ്യലി നമ്മൾ എന്താ ചെയ്യുന്നത്, രണ്ട് ക്ലസ്റ്റർ ആക്കി മാറ്റണം. രണ്ട് ക്ലസ്റ്റർ എന്ന് പറയുന്നത് CIയും CJ എന്ന് പറഞ്ഞിട്ട് രണ്ട് ക്ലസ്റ്റർ ആക്കുക. CI എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു അതിൻ്റെ എന്താണ്, റൂട്ട് ക്ലസ്റ്റർ ആണ്. റൂട്ട് ക്ലസ്റ്ററിനകത്ത് എല്ലാ ആൾക്കാരും വരും എന്ന് പറഞ്ഞു. അതായത് ഇപ്പോൾ ABCDE എന്ന് പറയുന്ന പോയിന്റ്സ് ഉണ്ടെങ്കിൽ ഈ 5 പോയിന്റ്സും എന്തിൽ വരും, നമ്മുടെ ഫസ്റ്റ് ക്ലസ്റ്ററിൽ വരും. ഓക്കെ, അപ്പോൾ നമ്മളിങ്ങനെയാണ് എഴുതുന്നത്. അതായത് CI എന്ന് പറയുന്ന ഒരു ക്ലസ്റ്ററും CJ എന്ന് പറയുന്ന ക്ലസ്റ്ററും. അപ്പോൾ CI എന്ന് പറയുന്ന ക്ലസ്റ്ററിനകത്ത് ഇനിഷ്യലി എന്തുണ്ടായിരിക്കും, ABCDE, അതായത് ഈ 5 പേരും കൂടി ചേർന്നിട്ടുള്ള ഒരു ക്ലസ്റ്റർ ആയിരിക്കും CI എന്ന് പറയുന്ന ക്ലസ്റ്ററിൽ കിടക്കുന്നുണ്ടാവുക. അതുപോലെ CJയിൽ ഇപ്പോൾ എൻ്റെ കയ്യിൽ CJ നള്ളാണ്. ഓക്കെ, അതായത് ഒരു ക്ലസ്റ്ററും ഞാൻ സ്പ്ലിറ്റ് ചെയ്ത് അടുത്ത CJനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടില്ല. ഓക്കെ, നമ്മളിനി ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ. അതെങ്ങനെ നമ്മൾ ചെയ്യും, ഇതിനകത്ത് നമ്മൾ എന്തോ ഒരു മെത്തേഡ്, അതായത് ഡിസിമിലാരിറ്റി ചെക്ക് ചെയ്തിട്ടാണ് ആ ഡിസിമിലാരിറ്റി ഹയസ്റ്റ് ആകുന്നതിനനുസരിച്ച് ആ കണ്ടന്റിനെ, ആ ഒരു ഡേറ്റ പോയിന്റിനെ നമ്മൾ എന്ത് ചെയ്യും, CJ എന്ന് പറഞ്ഞ അടുത്ത ക്ലസ്റ്ററിനകത്തേക്ക് ഇട്ട് കൊടുക്കും. ലൈക്ക് വൈസ് വി ആർ ഗോയിങ് ടു സ്പ്ലിറ്റ് ദി ഡേറ്റ പോയിന്റ്സ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. അപ്പം ഇതാണ് മെട്രിക്സ്. നെക്സ്റ്റ്, ഇനിഷ്യലി നമ്മുടെ കയ്യിൽ CI എന്ന് പറയുന്നത് ABCDE ഉണ്ട്, CJ എന്ന് പറയുന്നത് 5 ആണ്, അതായത് നള്ളാണ്. അപ്പം ഡിവിഷൻ, നമ്മൾ തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ക്ലസ്റ്ററിനെ ഡിവൈഡ് ചെയ്യാൻ പോവാണ്. എങ്ങനെയാണ് ക്ലസ്റ്ററിനെ ഡിവൈഡ് ചെയ്യുന്നത്, വി വിൽ ഫൈൻഡ് ഔട്ട് ദി ആവറേജ് ഡിസിമിലാരിറ്റി ബിറ്റ്വീൻ ദി CI ആൻഡ് ദ ഒബ്ജക്ട്സ് വിത്ത് അതർ ഒബ്ജക്ട്സ് ഇൻ CIയിലുള്ള ഒരു ഡേറ്റ പോയിന്റിനെ എടുത്തിട്ട് ഈ ഡേറ്റ പോയിന്റ് CIയിൽ തന്നെയുള്ള ബാക്കിയുള്ള ഡേറ്റ പോയിന്റ്സുമായിട്ടുള്ള ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യും. ഓക്കെ, ദാറ്റ് മീൻസ് എയിൽ നിന്ന് ബി, എ എന്ന് പറയുന്ന ഒരു പോയിന്റ് എടുക്കുകയാണെങ്കിൽ എയിൽ നിന്ന് ബിയിലേക്ക്, എയിൽ നിന്ന് സിയിലേക്ക്, എയിൽ നിന്ന് ഡിയിലേക്ക്, എയിൽ നിന്നും ഇയിലേക്കുള്ള ഡിസ്റ്റൻസ്, ഡിസിമിലാരിറ്റി വി വിൽ കാൽക്കുലേറ്റ്. ലൈക്ക് വൈസ് വി വിൽ ടേക്ക് ദ പോയിന്റ് നെക്സ്റ്റ് പോയിന്റ് B and the same procedure is repeating. That means we will calculate the dissimilarity between B and A, B and C, B and D and B and E. Likewise, we are performing the same operations for all C, D and E respectively. Okay. Next, see here, CI എന്ന് പറയുന്നത് എന്താണ്, ABCDE ആണ്. സോ വി ആർ ഗോയിങ് ടു കാൽക്കുലേറ്റ് ദി ആവറേജ് ഡിസിമിലാരിറ്റി ഓഫ് A എന്ന് പറയുന്നതിൻ്റെ ആവറേജ് ഡിസിമിലാരിറ്റി കാൽക്കുലേറ്റ് ചെയ്യാണ്. ദാറ്റ് മീൻസ് എന്താണ്, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ AB
AC, AD and AE. So how many എത്ര പേരുണ്ട്, എത്ര ഡിസ്റ്റൻസ് ആണ്, 4 ഡിസ്റ്റൻസ്. സോ വി വിൽ ടേക്ക് ദി ആവറേജ് 1 ഡിവൈഡഡ് ബൈ 4 ഇൻറ്റു. സോ സെയിം ക്ലസ്റ്ററിൽ തന്നെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആഡ് ചെയ്താണ് പോകുന്നത്. സെക്കൻഡ് സ്റ്റെപ്പ് പറയുമ്പോഴേ ഞാനിപ്പോൾ ഈ പറയുന്നതിൻ്റെ കാര്യം നിങ്ങൾക്ക് വ്യക്തമാവുള്ളൂ. സോ 1 ഡിവൈഡഡ് ബൈ 4 ഇൻറ്റു ഡിസ്റ്റൻസ് ബിറ്റ്വീൻ AB പ്ലസ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ AC പ്ലസ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ AD പ്ലസ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ DE ചെയ്തു. അപ്പോൾ if we need to find out the distance between AB, AC like that, so we have to first analyze this matrix. From this matrix we are getting the distance between two data points. അപ്പം ഇങ്ങനെയുള്ള ഈ ഒരു മെട്രിക്സ് വെച്ചിട്ട് വേണം നിങ്ങൾ ആ ഡിസ്റ്റൻസ് എടുക്കാനായിട്ട്. സോ സോ ഇങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ AB എന്ന് പറയുന്നത് 9 ആണ്, AC 3 ആണ്. യു ഹാവ് ടു ടേക്ക് ദിസ് ഡിസ്റ്റൻസ് ഫ്രം ദി മെട്രിക്സ്, ഒറിജിനൽ മെട്രിക്സ് എന്ന് വേണം എടുക്കാനായിട്ട്. സോ നമ്മളിത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് വാല്യൂ 7.25 എന്ന് കിട്ടും. സോ ലൈക്ക് വൈസ് വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദി ഡിസിമിലാരിറ്റി ഓഫ് B. ഓക്കെ, ദാറ്റ് മീൻസ് ഹൗ മെനി പോയിന്റ്സ് വിൽ ബി ദെയർ? ഡെഫിനറ്റ്ലി 4 distance will be there when we are taking B as the main component. So B distance, dissimilarity between B and A, distance of B and C, distance of B and D, distance of B and E. So we will get this value 7.75. Likewise we will calculate the dissimilarity of C, D and E. അങ്ങനെ നമ്മൾ ഈ പറയുന്ന എല്ലാവരുടെ ഫസ്റ്റ് സ്റ്റെപ്പാണ് CI, അതായത് ഒറ്റ ക്ലസ്റ്ററിനെ ഞാൻ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം എന്നുള്ളത് നോക്കുകയാണ്. സോ from after completing the average dissimilarities of each data points, we will next find out which data point is having the highest value. ഈ തന്നിരിക്കുന്നതിൽ ഏത് ഡേറ്റ പോയിന്റ്സിനാണ് ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഹയസ്റ്റ് ആയിട്ടുള്ള വാല്യൂ ഉള്ളത് നോക്കുക. സി ഹിയർ ദിസ് ഇസ് 7.25, ദിസ് ഇസ് 7.75, 5.25, 7 and 7.75. So which is the highest one? Definitely B and E is having both having this same value. So we can arbitrarily choose any of this B or E. B or E edukam, arbitrarily, randomly you can choose because both of them have the same value. So choose the highest dissimilarity for B and E. So we can arbitrarily select B and include in CJ. അപ്പോൾ ഞാനിപ്പോൾ എടുക്കാൻ പോകുന്ന B ആണ്. തുടക്കത്തിൽ B അല്ലേ വന്നത്. സോ ഞാൻ എന്ത് ചെയ്യും, ഇനി ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ CIയിൽ എൻ്റെ ആരുണ്ടായിരുന്നു, ABCDE ആയിരുന്നു. CJ എന്ന് പറയുന്നത് എന്തായിരുന്നു, 5 ആയിരുന്നു. ഇനിയിപ്പം ഞാൻ ഓൾറെഡി ഡിസിമിലാരിറ്റി കൂടിയുള്ള ആളിനെ എടുത്തു, അത് B. അപ്പം ഞാൻ എൻ്റെ പുതിയ CI എന്തായി മാറും, ACDE ആയി മാറും. CJനകത്തേക്ക് ഞാനിപ്പോൾ ഹയസ്റ്റ് ഡിസിമിലാരിറ്റി കിട്ടിയ ബീനെ കൊണ്ടുവന്ന് ഇട്ട് കൊടുക്കും. അപ്പോൾ എൻ്റെ CJ എന്ന് പറഞ്ഞാൽ ഇപ്പം CJ എന്ന് പറഞ്ഞാൽ നള്ളല്ല, ഇപ്പോൾ B ആണ്. ഓക്കെ, അങ്ങനെയാണ് ചെയ്യുന്നത്. സോ CI is equal to ACDE and CJ equal to B. സോ വി ഹാവ് ടു, നമ്മൾക്കിവിടെ തീർന്നിട്ടില്ല. ഇനി നമ്മളിനി അടുത്ത എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു സെക്കൻഡ് സ്റ്റെപ്പാണ്, അത് സബ്പാർട്ട് ആണ്, സെക്കൻഡ് സബ്പാർട്ടാണ്. അതായത് ബാക്കിയുള്ള ഐട്രേഷൻസുമായിട്ട് കണ്ടുപിടിക്കണം. അതായത് ഇത് നോക്കിക്കേ, ഓക്കെ, ഇതുണ്ട് ഇതുപോലെ. അപ്പോൾ നമ്മൾ ക്ലസ്റ്റർ ഇപ്പോൾ CI നിന്നും CJയിലേക്കുള്ള 2 ക്ലസ്റ്ററായിട്ട് ഫോം ചെയ്തു. നെക്സ്റ്റ് എയിമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പറയുന്ന ഈ ഫസ്റ്റ് CIയിൽ കിടക്കുന്ന എല്ലാ ഡേറ്റ പോയിന്റ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യും. അതായത് ഡിസിമിലാരിറ്റി നോക്കുക, അതാണ് നമ്മൾ ഈ ഡാഷ്ഡ് ലൈനിൽ എഴുതിയിരിക്കുന്നത്. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണ് ചെയ്യാൻ പോകുന്നതാണ് പറയുന്നത്. അപ്പോൾ എന്താണ്, ഫസ്റ്റ് നമ്മളിപ്പം 2 ക്ലസ്റ്റർ ആയി കഴിഞ്ഞു, CIയും CJ ആയി കഴിഞ്ഞു. സോ നമ്മൾ അതിനകത്ത് എങ്ങനെ ഡിസിമിലാരിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്ന വെച്ചാൽ CIനകത്ത് കിടക്കുന്ന ഡേറ്റ പോയിന്റ്സുകൾ തമ്മിലുള്ള നേരത്തെ പോലെ നമ്മൾ പ്ലസ് ചെയ്ത് എഴുതും, മൈനസ് ഈ പറയുന്ന ഫസ്റ്റ് ക്ലസ്റ്ററിൽ നിന്നും സെക്കൻഡ് ക്ലസ്റ്ററിൽ കിടക്കുന്ന പോയിന്റ്സുമായിട്ടുള്ള ഡിസിമിലാരിറ്റി കാൽക്കുലേറ്റ് ചെയ്യും. സോ വി വിൽ കാൽക്കുലേറ്റ് ദ ഡിസിമിലാരിറ്റി ഓഫ് ദി ഫസ്റ്റ് ക്ലസ്റ്റർ, ദ ഡേറ്റ പോയിന്റ്സ് ദാറ്റ് ആർ അവൈലബിൾ ഇൻ ദ ഫസ്റ്റ് ക്ലസ്റ്റർ മൈനസ് ദ ഡിസിമിലാരിറ്റി from dissimilarity of the data points which is available in the first cluster to the second cluster. അങ്ങനെയായിരിക്കും നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. See here remaining. So we will calculate the distance of A ആണ് നോക്കുന്നത്. അപ്പോൾ ഡിസ്റ്റൻസ് ഓഫ് A നോക്കുമ്പോൾ നമ്മൾ ഇവിടെ നോക്കണം, 2 ക്ലസ്റ്റർ ഉണ്ട്. അതായത് എയിൽ നിന്നും സിയിലേക്ക്, എയിൽ നിന്നും ഡിയിലേക്ക്, എയിൽ നിന്ന് ഇയിലേക്ക്. ഹൗ മെനി ഡിസ്റ്റൻസ് 1/3, അതായത് ആവറേജ് എന്ന 3 ആണ്. സോ ഡിവൈഡ് 1/3 വെച്ച് നമ്മൾ ചെയ്യും. മൈനസ് ഇതിൽ എത്ര എണ്ണം ഉണ്ട്, അതായത് ഇതിൽ എത്ര ഉള്ളത്,
ദാറ്റ് മീൻസ് എ അല്ലേ എടുക്കുന്നത്. എ എടുക്കുമ്പോൾ ഞാനിപ്പം ഒരു ക്ലസ്റ്ററിലുള്ള ആളിൻ്റെ പോയിന്റ്സുകൾ കണ്ടുപിടിച്ചു. അതായത് ഇതൊരു ക്ലസ്റ്റർ, ഇതൊരു ക്ലസ്റ്റർ, ഇതെൻ്റെ സി. അതായത് എ ഉണ്ട്, സി ഉണ്ട്, ഡി ഉണ്ട്, ഇ ഉണ്ട്, ഇവിടെ ബി ഉണ്ട്. അതായത് ഈ എയിൽ നിന്നും സിയിലേക്കുള്ളതും ഇയിലേക്കുള്ളതും ഡിയിലേക്കുള്ളതും ഞാൻ കണ്ടുപിടിച്ചു. അതേപോലെ തന്നെ മൈനസ് എയിൽ നിന്ന് ബിയിലേക്കുള്ളതും കൂടി ചെക്ക് ചെയ്യണം. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ ചെക്ക് ചെയ്ത് പോകുന്നത്. അപ്പം എയിൽ നിന്നും ബിയിലേക്കുള്ള ചെക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ, അതായത് നെക്സ്റ്റ് ഒരു ക്ലസ്റ്ററിൽ നിന്ന് അടുത്ത ക്ലസ്റ്ററിലേക്ക് പോകുമ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ എന്ത് ചെയ്യണം, മൈനസ് സൈൻ കൊടുക്കണം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഇവിടെ ഒരു വാല്യൂ കിട്ടും, -2.33 എന്ന് കിട്ടി. നെക്സ്റ്റ് അതേപോലെ തന്നെ നമ്മൾ DC കാൽക്കുലേറ്റ് ചെയ്യണം. അതായത് ദ ഡിസ്റ്റൻസ് 1/3 ഇൻറ്റു CA, ഡിസ്റ്റൻസ് ഓഫ് CA പ്ലസ് ഡിസ്റ്റൻസ് ഓഫ് CD പ്ലസ് ഡിസ്റ്റൻസ് ഓഫ് CE മൈനസ് ഡിസ്റ്റൻസ് ഓഫ് CB ആയിരിക്കും കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അങ്ങനെ നമുക്ക് -2.33 എന്ന് പറഞ്ഞ് എഴുതി. അടുത്ത ഡിസ്റ്റൻസ് D ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. D എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും, DA, DC, DE മൈനസ് DB. ഓക്കെ, അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തു. ഇനി DEയും സെയിം പ്രൊസീജിയർ. സോ വൈൽ വെൻ യു അനലൈസ് ഓൾ ദീസ് പോയിന്റ്സ്, നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിനകത്ത് വരുന്ന ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള വീണ്ടും കണ്ടുപിടിക്കണം. ഓക്കെ, ഏറ്റവും ലാർജസ്റ്റ് ഏതാണ്, ഇത് നെഗറ്റീവ്, ഇത് നെഗറ്റീവ്, ഇത് 2 പോയിന്റ്, ഇത് നെഗറ്റീവ്. സോ 2.67 ആയ D ആണ് ലാർജസ്റ്റ്. ഓക്കെ, D ആണ് ലാർജസ്റ്റ്. അതിൻ്റെ മീനിങ് എന്താണ്, നമ്മൾ വീണ്ടും ഈ പറയുന്ന ACDയിൽ നിന്നും അടുത്ത ലാർജസ്റ്റ് പോയിന്റിനെ കണ്ടുപിടിച്ചതാണ്. അപ്പോൾ D ആണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം, അടുത്ത ക്ലസ്റ്ററിലേക്ക്, അതായത് ആ സെയിം ക്ലസ്റ്ററിലേക്ക് Bയും Dനെയും കൂടി ഇട്ട് കൊടുക്കും. അതായത് Dനെയും കൂടി ആ ക്ലസ്റ്ററിനകത്തേക്ക് ആഡ് ചെയ്യും. ഓക്കെ, എന്നിട്ട് ഈ പറയുന്ന പ്രോസസ്സ്, അതായത് ഈ ഒരൊറ്റ ക്ലസ്റ്ററിനെയാണ് ഞാൻ ഡിവൈഡ് ചെയ്ത് അടുത്ത ക്ലസ്റ്ററിനകത്തേക്ക് ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് എതുവരെ പോകും, അതായത് 2 ക്ലസ്റ്ററോ 3 ക്ലസ്റ്ററോ 4 ക്ലസ്റ്ററോ വരെ ആകാം. അപ്പോൾ നമ്മൾ ഈ പറയുന്ന സെക്കൻഡ് ക്ലസ്റ്ററിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്ന, ഫസ്റ്റിൽ നിന്ന് സെക്കൻഡ് ക്ലസ്റ്ററിനകത്തേക്ക് ആഡ് ചെയ്യുന്ന പ്രോസസ്സ് എതുവരെ പോകും, നമ്മൾക്ക് ഇനി അടുത്ത് നമ്മൾ വീണ്ടും കാൽക്കുലേറ്റ് ചെയ്യും ഡിസ്റ്റൻസ്. അതായത് എയിൽ നിന്ന് സിയിലേക്ക്, എയിൽ നിന്ന് ഇയിലേക്ക് മൈനസ് എയിൽ നിന്ന് ബിയിലേക്ക്, എയിൽ നിന്ന് ഡിയിലേക്ക്. ഓക്കെ, അത് ചെയ്തു. അപ്പോൾ ആവറേജ് എടുത്തോളണം. അങ്ങനെ നമ്മൾ പ്രൊസീജിയർ -0.5 ആയിട്ട് എടുത്തു. ഇനി DC എടുക്കുമ്പോഴോ, സീൻ്റെ ആകുമ്പം സിയിൽ നിന്നും എയിലേക്ക്, അത് 1/2 ഇൻറ്റു സിയിൽ നിന്ന് എയിലേക്ക്, സിയിൽ നിന്ന് ഇയിലേക്ക് മൈനസ് സിയിൽ നിന്ന് 1/2 സിയിൽ നിന്ന് ബിയിലേക്ക്, സിയിൽ നിന്ന് ഡിയിലേക്ക്. അങ്ങനെ ചെയ്തു. അപ്പം നമ്മളിത് എല്ലാ പോയിന്റ്സും കാൽക്കുലേറ്റ് ചെയ്യും. സി ഹിയർ യു ക്യാൻ അനലൈസ് ദ ഡിഫറൻസ് between these steps and the previous steps. See here, all the answers are now negative. ഇല്ലേ, ഇത് -0.5, ഇത് -5.5, ഇത് -2.5. അതിൻ്റെ അർത്ഥം ഇവിടെ വെച്ച് നമുക്ക് ഇനി ഈ പറയുന്ന CI എന്ന് പറയുന്ന ACE എന്ന് പറയുന്ന ആളിനെ സെപ്പറേറ്റ്, അതായത് CJനകത്തേക്ക് ഒരു പോയിന്റിനെയും ആഡ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, CJ എന്ന് പറയുന്ന രണ്ടാമത്തെ ക്ലസ്റ്ററിനകത്തേക്ക് ഫസ്റ്റുള്ള ക്ലസ്റ്ററിൽ നിന്ന് ഒരു ഡേറ്റ പോയിന്റ്സിന് എനിക്ക് കൊടുക്കാൻ പറ്റില്ല. അതായത് എല്ലാ വാല്യൂസും നെഗറ്റീവ് ആകുമ്പോൾ നമ്മൾ സ്റ്റോപ്പ് ചെയ്യണം. ഓൾ ആർ നെഗറ്റീവ്, സോ വി സ്റ്റോപ്പ് ആൻഡ് ഫോം ദി ക്ലസ്റ്റർ. അതായത് ഫൈനലായിട്ട് നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഏതൊക്കെ ക്ലസ്റ്റർ ഉണ്ട്, ACEയും BDയും മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇവിടെ വരെ ചെയ്ത് കഴിഞ്ഞപ്പം നമുക്ക് 2 ക്ലസ്റ്ററായി. ഇനി നമുക്ക് എന്താണ് ചെയ്യേണ്ടത്, മൂന്നാമതൊരു ക്ലസ്റ്റർ ഉണ്ടാക്കണം അല്ലേ. മൂന്നാമതൊരു ക്ലസ്റ്റർ ആരിൽ നിന്ന് ഞാൻ ഉണ്ടാക്കും, അത് നോക്കാനായിട്ട് വി വിൽ ഫൈൻഡ് ഔട്ട് ദ ഡയമീറ്റർ ഓഫ് CI ആൻഡ് ഡയമീറ്റർ ഓഫ് CJ. CIയിലുള്ള ഡയമീറ്ററും CJൻ്റെ ഡയമീറ്ററും കാൽക്കുലേറ്റ് ചെയ്യും. ഡയമീറ്റർ ഓഫ് CI എന്ന് പറഞ്ഞാൽ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒന്നുമില്ല, AC, അതായത് മാക്സിമം കോമ്പിനേഷൻസ് എടുക്കും. എയിൽ നിന്ന് സിയിലേക്ക്, എയിൽ നിന്ന് ഇയിലേക്ക്, സിയിൽ നിന്ന് ഇയിലേക്ക്, അതിൻ്റെ ഏറ്റവും മാക്സിമം വാല്യൂ എടുക്കും. സോ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ AC, AE ആൻഡ് CE എൻ്റെ മാക്സിമം എത്രയാണ്, 11 ആണ്. ഓക്കെ, 3 ആയിരുന്നു ഡിസ്റ്റൻസ്. ഇത് നിങ്ങൾ നോക്കിക്കൊള്ളണം മെട്രിക്സിനകത്ത്. ദെൻ വി വിൽ ഫൈൻഡ് ഔട്ട് ദ ഡയമീറ്റർ ഓഫ് CJയുടെ ഡയമീറ്റർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ബിയും ഡിയും അല്ലേ ഉള്ളൂ, അപ്പോൾ 5 ആണ്. ഇതിനകത്ത് കിട്ടിയത് ലാർജസ്റ്റ് ആരാണെന്ന് നോക്കും. ഇതിൻ്റെ ലാർജസ്റ്റ് ആരാണ്, അതായത് ACE ആണല്ലേ. അതായത് CI എന്ന് പറയുന്ന ഡയമീറ്റർ ആണ് എന്താണ് ഏറ്റവും ലാർജസ്റ്റ്. അതുകൊണ്ട് ഞാൻ ACE ആണ് ഇനി അടുത്തത് സ്പ്ലിറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ACEനെയാണ് അടുത്ത സ്പ്ലിറ്റ് ചെയ്ത് ഇനി വേറെ ക്ലസ്റ്ററാണ്, മൂന്നാമതൊരു ക്ലസ്റ്ററാണ് ഞാൻ ഫോം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ വി വിൽ ഫൈൻഡ് ഔട്ട് ദി സെയിം പ്രൊസീജിയർ റിപ്പീറ്റ് ചെയ്യും. ആവറേജ് ഡിസിമിലാരിറ്റി ഓഫ് A എടുക്കും. അതായത് 1/2 ഇൻറ്റു ഫസ്റ്റ് നമ്മൾ തുടങ്ങിയില്ലേ ആ സെയിം പ്രോസസ്സ്, ആവറേജ് ഡിസിമിലാരിറ്റി ഓഫ് A, അതായത് 1/2 ഇൻറ്റു ACAE അതെടുത്തു. അടുത്തത് സീൻ്റെ എടുക്കുമ്പോൾ CACE
അതെടുത്തു. അടുത്ത് ഇ എടുക്കുമ്പോൾ ഇ സി ഇ എ അതും എടുത്തു. ഇതിനകത്ത് ഹയസ്റ്റ് ഡിസിമിലാരിറ്റി ആർക്കാണ്? 7 ആണ്. ദാറ്റ് മീൻസ് എ എന്ന് പറയുന്നത് എന്താകും? സെപ്പറേറ്റ് ക്ലസ്റ്റർ ആവും. അതായത് എ സി ഇ എന്ന് പറയുന്ന ക്ലസ്റ്ററിനെ ഞാൻ വീണ്ടും പുതിയ ക്ലസ്റ്റർ ഫോം ചെയ്യുന്നു. സി അതായത് ഏതൊക്കെ? സി ഇയും സി കെ അത് പുതിയ ക്ലസ്റ്ററായി. സി കെ എന്ന് പറഞ്ഞാൽ വേറൊരു ക്ലസ്റ്ററായി. സി ജെ എന്ന് പറഞ്ഞാൽ ബി ഡി ഉണ്ട്. സി കെ എന്ന് പറഞ്ഞാൽ അടുത്ത ക്ലസ്റ്ററായി എ. ഇപ്പോൾ നമുക്ക് എത്ര ക്ലസ്റ്റർ ഫോം ചെയ്തു? മൊത്തത്തിൽ 3 അല്ലേ? അതായത് സി ഇ എന്ന് പറഞ്ഞ ഒരു ക്ലസ്റ്റർ, സി കെ എന്ന് പറയുന്ന ഒരു ക്ലസ്റ്റർ, സി ജെ എന്ന് പറയുന്ന ക്ലസ്റ്റർ. ഇനി ഞാൻ ഇതിനകത്ത് ഏതിനെ ഡിവൈഡ് ചെയ്യും? ഇനി എനിക്ക് വീണ്ടും കാൽക്കുലേറ്റ് ചെയ്യണം ഏതിനെ ഡിവൈഡ് ചെയ്യുമെന്ന്. ഓക്കെ, ഞാൻ ഡിവൈഡ് ചെയ്യേണ്ടത്? കാരണം നമ്മൾ എന്തുകൊണ്ടാണ് ഇതിനെ വീണ്ടും ട്രൈ ചെയ്തത്? കാരണം ഇവിടെ 2 എണ്ണേ ഉള്ളൂ. അതായത് സിയും ഇയേ ഉള്ളൂ. സിയെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ സിയും ഇ എന്ന് പറഞ്ഞ ഓരോ ഇൻഡിവിജ്വൽ ക്ലസ്റ്ററിലേ കിട്ടത്തുള്ളൂ. അപ്പം അങ്ങനെയല്ല നമ്മൾ പോകേണ്ടത്. ഇതിനകത്ത് നമ്മൾ ഡിസൈഡ് ചെയ്യും വീണ്ടും. നൗ വി ഹാവ് 3 ക്ലസ്റ്റർ ഉണ്ട്. അതായത് സി ഇ എ ബി ഡി. We will find out that we will form 3 clusters, that is CI, CK and CJ. And ഇതിനകത്ത് എന്താണ് 2 ഡേറ്റാ പോയിന്റ്സ് ആണ് മാക്സിമം ഉള്ളത്. അപ്പോൾ ഈ 2 ഡേറ്റാ പോയിന്റ്സ് ഉള്ളതിനകത്ത് ഏതിനെയാണ് നമുക്ക് നെക്സ്റ്റ് സ്പ്ലിറ്റ് ചെയ്യേണ്ടത് നോക്കും. ദാറ്റ് മീൻസ് ഡയമീറ്റർ ഓഫ് CI, we will calculate the diameter of CI. That means distance between C and E. Diameter of CK, that is 0. Because A മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് 0. And diameter of CJ, that is maximum of B and D or DB. Anyway, we can go. Next one is അത് 5 ആണ് അല്ലേ? നെക്സ്റ്റ് ലാർജസ്റ്റ് ഡയമീറ്റർ ഇതിൽ എടുക്കും. ഇതിനകത്ത് ലാർജസ്റ്റ് ഡയമീറ്റർ ഇതാണ്. ഈ 5 വരുന്ന സി ജെ ആണ്. അപ്പോൾ സി ജെ ആയിരിക്കും ഞാൻ അടുത്ത് സ്പ്ലിറ്റ് ചെയ്യുന്നത്. ബി ഡി ആക്കും. ഓക്കെ, ബാക്കി ഈ സി എന്ന് പറയുന്നതായിരിക്കും അടുത്ത് സ്പ്ലിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ സി ഇ ആയിരിക്കും. അപ്പോൾ ഇതിനകത്തുനിന്ന് ആരെയാണ് അടുത്ത് സ്പ്ലിറ്റ് ചെയ്യേണ്ടത് നോക്കുന്നതാണ്. അപ്പോൾ നമ്മൾ പറയുന്ന ഇത്രയാണ് ഇതിൻ്റെ പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ. നിങ്ങൾക്ക് ഈ ഡയന അൽഗോരിതം, അതായത് ഇത് വെച്ചിട്ട് പ്രോബ്ലം ചോദിച്ച് കണ്ടിട്ടില്ല കേട്ടോ. ബട്ട് എങ്ങാണം ചോദിച്ചാലോ എന്ന് വെച്ചിട്ടാണ് ഞാൻ ഇങ്ങനെയാണ് ഇതിൻ്റെ പ്രൊസീജിയർ പോകുന്നതെന്ന് പറഞ്ഞത്. ഓക്കെ, ഇങ്ങനെയാണ് അതിൻ്റെ കാൽക്കുലേഷൻസ് പോകുന്നത്. ഇനി നമ്മൾ എങ്ങനെയാണ് നമ്മൾ ആ സ്പ്ലിറ്റ് ചെയ്ത വേ ആണ്. എ ബി സി ഡിനെ ആദ്യമേ ബി, അതായത് എ സി ഡി ഇ എന്നും, അതായത് എ സി ഇ എന്നും ബി ഡി എന്നും പറഞ്ഞിട്ട് സ്പ്ലിറ്റ് ചെയ്തു. എ സി ഇനെ സി ഇ എന്നും എ എന്നും പറഞ്ഞ് സ്പ്ലിറ്റ് ചെയ്തു. ബി ഡിനെ ബിയും ഡിയും, അവസാനം ഈ സി ഇയും തന്നെയാണ് സ്പ്ലിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഡെൻഡോഗ്രാം വരുന്നത്. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ പറയുന്ന പ്രോബ്ലത്തിനകത്തുള്ളത്. ഇനി നമുക്ക് അൽഗോരിതം നോക്കാം. ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ, സപ്പോസ് ദാറ്റ് ക്ലസ്റ്റർ C1 ഇസ് ഗോയിങ് ടു ബി സ്പ്ലിറ്റ് ഇൻ ടു ക്ലസ്റ്റേഴ്സ്. നമ്മുടെ കയ്യിലിരിക്കുന്ന ഒരു C1 എന്ന് പറയുന്ന ക്ലസ്റ്ററിനെ 2 ക്ലസ്റ്ററായിട്ട് നമ്മൾ ഫോം ചെയ്യുവാണ്. ഒന്ന് സി ഐയും ഒന്ന് സി ജിയും. സി ഐ എന്ന് പറഞ്ഞാൽ എന്താണോ ഒറിജിനൽ C1, അതായത് എ ബി സി ഡി ഇ എന്ന് പറയുന്ന 5 പോയിന്റ്സ് ഉണ്ടായിരുന്നു. ഇങ്ങനെ 5 പോയിന്റ്സും ഈ പറയുന്ന സി ഐ എന്ന് പറയുന്ന ക്ലസ്റ്ററിൽ ഉണ്ടായിരുന്നു. സി ജെ എന്ന് പറയുന്നത് ഇറ്റ്സ് 5 നള്ളാണ്. നെക്സ്റ്റ് വൺ ഇസ് ഫോർ ഈച്ച് ഓബ്ജക്റ്റ് എക്സ് എലമെന്റ് ഓഫ് സി ഐ. For each object x element of CI. CIയിലുള്ള ഓരോ ഒബ്ജക്റ്റിനും we will compute the average distance compute ചെയ്യും. So in the first iteration we will compute the average distance of x to all other. എല്ലാ ആ ക്ലസ്റ്ററിൻ്റെ അകത്തുള്ളതിനകത്ത് തന്നെയാണ് നമ്മൾ ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ബാക്കിയുള്ള ഐട്രേഷൻസ് നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഫോർ ദ റിമൈനിങ് ഐട്രേഷൻസ് we will compute. അതായത് ക്ലസ്റ്റർ ഫോം ആയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? 2 ക്ലസ്റ്റർ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് നമ്മൾ പിന്നെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഡിസ്റ്റൻസ്, ആവറേജ് ഡിസ്റ്റൻസ് ഓഫ് ഡി എക്സ് ഐ വൈ സച്ച് ദാറ്റ് ആണ് ഇവിടെ. ഓക്കെ, അത് നോക്കിക്കോളണേ നിങ്ങൾ. ഇവിടെ സച്ച് ദാറ്റ് എന്താണ് വൈ എലമെൻറ്റ് ഓഫ് സി ഐ ആൻഡ് ഇതെന്ന് പറയുന്നത് നെക്സ്റ്റ് ക്ലസ്റ്ററിലേക്ക്. അതാണ് ഞാനിവിടെ മൈനസ് ചെയ്തിരിക്കുന്നത്. അത് എന്താണ് പിക്ടോറിയൽ റെപ്രസെൻറ്റേഷൻ കാണിച്ചിരിക്കുന്നതാണ് ഇങ്ങനെ. ഓക്കെ, ഇനി എന്താണ് സ്റ്റെപ്പ് 4 എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ആദ്യത്തെ ഐട്രേഷന് വേണ്ടിയിട്ടുള്ളത്, അതായത് വീണ്ടും നമ്മൾ പറയുന്നതാണ് ആദ്യത്തെ ഐട്രേഷൻ നമ്മൾ എന്തിനാണ് ചെയ്യുന്നത്? ഫോർ ദ ഫസ്റ്റ് ഐട്രേഷൻ നമുക്ക് കിട്ടുന്ന ഓബ്ജക്റ്റിനെ, അതായത് മാക്സിമം ആവറേജ് ഡിസ്റ്റൻസ് ഏറ്റവും കൂടുതലുള്ള ആളിനെ ഞാൻ സി ജെ എന്ന് പറയുന്ന ക്ലസ്റ്ററിനകത്തേക്ക് മൂവ് ചെയ്യും അല്ലേ. രണ്ടാമത് എന്ത് ചെയ്യും? ബാക്കിയുള്ള, അതായത് സെയിം പ്രോസസ്സ് തന്നെ ഇവിടെ പറഞ്ഞിരിക്കുന്നതേ ഉള്ളൂ. ബാക്കിയുള്ള റിമൈനിങ് ഐട്രേഷൻസിനെ നമ്മൾ എന്ത് ചെയ്യും? ഇതുപോലെ കണ്ടുപിടിക്കും. ഫൈൻഡ് ആൻ ഓബ്ജക്റ്റ് എക്സ്, സി ഐയിൽ കിടക്കുന്ന എക്സ് ഫോർ വിച്ച് ഡി എക്സ് ഇസ് ലാർജർ. ഓക്കെ, ഡി എസ് ഏത് ഡിസ്റ്റൻസ് ആണ് ഏറ്റവും കൂടുതലെന്ന് നോക്കും. ഏത് ഡിസ്റ്റൻസ് ആണോ കൂടുതൽ അയാളെ ഞാൻ സി ജിനകത്തേക്ക് മൂവ് ചെയ്യും. അങ്ങനെയാണ് ബാക്കിയുള്ള ഐട്രേഷൻസിനകത്തും ചെയ്തുകൊണ്ടിരുന്നത്. അതായത് ഈ പറയുന്നത് സ്റ്റെപ്പ് എന്ന് പറയുന്നത്
ആദ്യമേ നമ്മളൊരു ക്ലസ്റ്റർ എടുത്തു, ആ ക്ലസ്റ്ററിനെ ഡിവൈഡ് ചെയ്തു, പിന്നെ നമുക്ക് ഡിവൈഡ് ചെയ്യണോ വേണ്ടേന്നറിയാൻ വീണ്ടും നമ്മൾ എടുത്തു. അങ്ങനെ ഇതുവരെ പോകും ഈ പറയുന്ന 3Aയും അതായത് 3Bയും 4Bയും 3Bയും 4Bയും, അതായത് ഈ രണ്ട് കാര്യങ്ങളാണ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് സെയിം തന്നെയാണ് രണ്ടും, 3Bയും 4Bയും സെയിം തന്നെയാണ്. അതായത് ഐട്രേഷൻസ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന എവിടം വരെയാണ്? നമ്മുടെ ഡിസ്റ്റൻസ് നെഗറ്റീവ് ആകുന്നത് വരെ ഈ പറയുന്ന ആളിനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ നമ്മൾ ഇരിക്കും. ഓക്കെ ഓക്കെ നെക്സ്റ്റ് എന്താണ്? സെലക്ട് ദി സ്മോളർ ക്ലസ്റ്റർ. അതായത് നമ്മളിനി അടുത്ത ക്ലസ്റ്റർ ഏതാണ് എടുക്കേണ്ടതെന്ന് അറിയണ്ടേ? അടുത്ത ക്ലസ്റ്റർ ഏതിനെയാണ് നമുക്ക് ഡിവൈഡ് ചെയ്യേണ്ടതെന്ന് അറിയണ്ടേ? അതിന് വേണ്ടിയിട്ട് നമ്മൾ ഡയമീറ്റർ കാൽക്കുലേറ്റ് ചെയ്യും. അതിനകത്തുള്ള ലാർജസ്റ്റ് ഡയമീറ്റർ ഉള്ള ആളിനെ ആയിരിക്കും നമ്മൾ അടുത്ത ക്ലസ്റ്ററായിട്ട് എടുക്കുന്നത്. ഓക്കെ, ഇവിടെ സ്മോളർ ക്ലസ്റ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. സെലക്ട് ദ ക്ലസ്റ്റർ വിത്ത് ദി ലാർജസ്റ്റ് ഡയമീറ്റർ എന്നാണ് ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് നമ്മൾ ഈ പറയുന്ന ക്ലസ്റ്ററിനെ വീണ്ടും ഡിവൈഡ് ചെയ്യും യൂസിങ് ദ സ്റ്റെപ്സ് 1 to 5 വരെയുള്ള സ്റ്റെപ്സ് യൂസ് ചെയ്ത് ഡിവൈഡ് ചെയ്തുകൊണ്ടേയിരിക്കും. ആൻഡ് ദി സ്റ്റെപ്പ് 6 ഈസ് റിപ്പീറ്റഡ് ആൻഡിൽ ഓൾ ക്ലസ്റ്റേഴ്സ് കണ്ട്. ഈ പറയുന്ന 6 അതായത് നെഗറ്റീവ് ആയി നമ്മൾ ഡയമീറ്റർ കണ്ടുപിടിക്കുമല്ലോ, അതെന്ന് പറയുന്നത് എല്ലാ ക്ലസ്റ്റേഴ്സും, അതായത് ക്ലസ്റ്റേഴ്സ് കംപ്ലീറ്റ് ഇൻഡിവിജ്വൽ ക്ലസ്റ്റേഴ്സ് ആയി മാറുന്നത് വരെ നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, അതാണ് ഈ പറയുന്നതിൻ്റെ അൽഗോരിതം. ഓക്കെ, അപ്പം ഇത്രയാണ് ഡിവിസീവ് ഹൈറാർക്കിക്കൽ ക്ലസ്റ്ററിങ്, ഓർ ഇറ്റ് ഈസ് കോൾഡ് ഡയാന. ഫസ്റ്റ് നിങ്ങൾ ആ പ്രോബ്ലം നോക്കുക. പ്രോബ്ലം നിങ്ങൾ നന്നായിട്ടൊന്ന് നോക്കണം. അത് കഴിഞ്ഞതിന് ശേഷം അൽഗോരിതം. ഓക്കെ, if you have any doubts, message me personally. Okay, thank you.